ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ ഇത് ഇൻറ്റേൺഷിപ്പിൻ്റെ ഡേ തന്നെയാണ് കേട്ടോ. രാവിലെ എണീറ്റിട്ട് ചായ കുടിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, എനിക്കങ്ങനെ പുറത്തിരിക്കുമ്പോൾ ഒരു പ്രത്യേക എനിക്കൊന്ന് ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്. ടൈം ഉള്ളപ്പോഴാട്ടോ ഇങ്ങനെ ചെയ്യത്തുള്ളൂ. പിന്നെ രാവിലെ എണീറ്റ് നെട്ടോട്ടമാണ് പോകാൻ വേണ്ടിയിട്ട്. ഇൻറ്റേൺഷിപ്പ് അടിപൊളിയാണെന്ന് ചോദിച്ചാൽ വലിയ കുഴപ്പമില്ല കേട്ടോ. ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നുള്ളത് തന്നെയാണ് വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ. ഇപ്പം സത്യം പറഞ്ഞാൽ ഞങ്ങൾ തിയറി പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് തീരെ ഉറപ്പില്ലാത്തൊരു കാര്യമായിരുന്നു പ്രിസ്ക്രിപ്ഷൻ വായിക്കാൻ പറ്റുക എന്നുള്ളത്. പക്ഷേ നമുക്ക് മനസ്സിലായി, നമ്മൾ നിന്ന് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ അത് പഠിക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾക്കിപ്പോൾ കുറേയൊക്കെ ഞങ്ങൾക്ക് തന്നെ വായിക്കാനൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ. തുടങ്ങിയല്ലേ ഉള്ളൂ. 3 മാസം കൊണ്ട് അത് പഠിക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസം തന്നെയാണ് എനിക്കുള്ളത്. പിന്നെ ഞങ്ങൾ രാവിലെ തന്നെ ഹോസ്പിറ്റലിലെത്തി. സീനയ്ക്ക് വയ്യ കേട്ടോ. രാവിലെ എണീറ്റ് വരുമ്പോൾ അവൾക്കൊരു മടിയാണ് സത്യം പറഞ്ഞാൽ. ഈ ഉറക്കത്തിൻ്റെയൊക്കെ ക്ഷീണം ഉണ്ടാവുമല്ലോ. പിന്നെ വൈറ്റ് കോട്ടൊക്കെ ഇട്ടു. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഉള്ളപ്പോഴാട്ടോ വൈറ്റ് കോട്ടിൻ്റെയൊക്കെ ഒരു പവർ മനസ്സിലാവുന്നത്. മെഡിക്കൽ ഫീൽഡിൽ ഈ വൈറ്റ് കോട്ടിന് വളരെ പ്രാധാന്യമുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. സത്യം പറഞ്ഞാൽ പണിയെടുത്ത് മടുത്തു. പിന്നെ കഴിഞ്ഞ് വൈകിട്ട് ഹോസ്പിറ്റലിലെത്തി കേട്ടോ. ഇന്ന് ഭയങ്കര പോരുന്ന വഴി അത്ര മഴ ഉണ്ടായിരുന്നില്ല, പക്ഷെ രാത്രി അത്യാവശ്യം നല്ല മഴ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമാണ്. പകലൊന്നും മഴയില്ല, രാത്രി പെയ്യുകയാണെങ്കിലും നല്ല രസമാണ് കേട്ടോ. കണ്ടിരിക്കാൻ മഴ ഒരു പ്രത്യേക ഒരു ഇത് തന്നെയാണ് ശരിക്കും. മഴയത്തിങ്ങനെ ഇരിക്കാൻ നല്ല രസമുണ്ട് സത്യം പറഞ്ഞാൽ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. സ്റ്റേ സ്ട്രോങ്, സ്റ്റേ ഹാപ്പി.